ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സിറ്റിയിലാണുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഞാനൊരു 6 വർഷം ബാംഗ്ലൂർ സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് 2005 മുതൽ 2011 വരെ ഹോട്ടൽ ഫീൽഡിൽ പല സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ടഫായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ. അന്ന് ഞാൻ ഒത്തിരി ഹോട്ടലിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അന്ന് താജ് ഹോട്ടലിൻ്റെ ഒരു 2-3 ഹോട്ടലിൽ പോയായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം ഫെയിലായി. അവിടെ എടുക്കില്ല. അവർ ഫ്രീ ട്രെയിനിങ് ഫ്രീ ആയിട്ട് അവിടെ വർക്ക് ചെയ്യണം, സാലറി ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഹോട്ടലാണ് വർഷങ്ങളോളം. ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, പക്ഷെ നിന്നിട്ട് കഴിക്കണം. ഇവിടെ ചീപ്പ് റേറ്റ് ആണ്, ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ എങ്കിലും ശരി, റേറ്റ് കുറവായതുകൊണ്ട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടുന്നായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ അവസരം കറക്റ്റായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഇന്ന് എൻ്റെ ഭക്ഷണ രീതി ഈ ഒരു രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. കാറ്ററിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ തേരിതാണ്, ഞങ്ങളുടെ യാത്ര എപ്പോഴും വണ്ടിയിലല്ല, ഈ പുറകിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാവുക. അതിനകത്ത് പല പല ഐറ്റംസ് ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, തന്തൂരിൻ്റെ അടുപ്പുണ്ടാവും. ഇതേപോലത്തെ വണ്ടിയിൽ ചിലപ്പം അടച്ച് പൂട്ടിയിട്ടിട്ടായിരിക്കും ഞങ്ങളെ കൊണ്ടുപോവുക. അവിടെ സ്ഥലത്തെത്തുമ്പോഴേ തുറക്കുള്ളൂ. പക്ഷേ ഇന്ന് അവസരം കറക്റ്റ് ഉപയോഗിച്ചപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറി, ഉപയോഗിക്കുന്ന വെഹിക്കിൾ മാറി. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഒരു നല്ല സമയം വരും. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. വർഷങ്ങളോളം ഇവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വൃത്തിഹീനമാണ്, ഭയങ്കര കഞ്ചസ്റ്റഡാണ്. കുറേ ലോക്കൽസ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഒരു 4-5 വർഷം ഞാൻ താമസിച്ചത്. റേറ്റ് കുറവായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്ന് താമസിച്ച സ്ഥലമാണിത്. ഇന്ന് പക്ഷേ ആ ഒരു സ്ഥലത്ത് ഞാൻ വരുന്ന സമയത്ത് എത്രത്തോളം ദൈവം അല്ലെങ്കിൽ ഗോഡ് ബ്ലെസ് ചെയ്തു, അനുഗ്രഹിച്ചു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാം. ഒരു തിരിച്ചു വരവ് എല്ലാവരുടെ ലൈഫിലുണ്ടാവും, 100%. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇതാണ്: എല്ലാവർക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാവും, ഉറപ്പാണ്. ലൈഫ് ഒന്നേ ഉള്ളൂ, ഫൈറ്റ് ചെയ്തോളാം. നിങ്ങളുടെ സമയം വരും, ഉറപ്പാണ്. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി മൂലമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു അവസരം കിട്ടും. അത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മൾ മരിച്ച് നരകത്തിലോ സ്വർഗത്തിലോ അല്ലെങ്കിൽ അവിടെ കവാടത്തിലെത്തുന്ന സമയത്ത് ദൈവം നമ്മളോട് തന്നെ ചോദിക്കും, നിനക്ക് ഞാൻ അന്നൊരു അവസരം തന്നതല്ലായിരുന്നു, നീ അത് യൂസ് ചെയ്യാത്തല്ലേ? നമ്മുടെ കൺമുന്നിലൂടെ അവസരങ്ങൾ വരും. എനിക്ക് 2018 കിട്ടിയ അവസരം ദൈവം തന്ന അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇതേപോലെ ചേഞ്ച് ചെയ്തത്. ഞാൻ ചെയ്ത അതേ ജോലി, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത അതേ ജോലിയാണ് ഇന്ന് ആ കാണുന്ന ഹോട്ടൽ സ്റ്റാഫുകൾ ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ തരംതിരിച്ചു കൊടുക്കുക. ഇന്ന് അതേ ഹാളിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു അമേസിങ് പൊസിഷൻ, അമേസിങ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ലൈഫ് ചേഞ്ച് ആയിട്ടാണ്. താങ്ക് ഗോഡ്. സീറോ ടു ഹീറോ. നമുക്ക് ലൈഫിന് സക്സസ് ആവാം, ബട്ട് എന്ത് ചെയ്യണം? കിട്ടുന്ന അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. സോ ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്കിത് പറ്റും.